നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം പ്രധാനമായി ഒന്ന് രീതിശാസ്ത്രത്തെ പറ്റിയാണ്. രീതിശാസ്ത്രത്തിൻ്റെ മെത്തഡോളജി എന്ന് പറയുന്നു. മൻഹജ് എന്നൊക്കെ പറയുന്ന പദപ്രയോഗം അതിൻ്റെ അറബി സമാനതയാണ്. സാധാരണ നമ്മുടെ ആളുകൾ പലപ്പോഴും കേൾക്കാറുള്ള രണ്ട് പദപ്രയോഗങ്ങളാണ്. ഒന്ന് മൻഹജ്, മറ്റൊന്ന് മസ്അല എന്ന് പറഞ്ഞു. മൻഹജിലുണ്ടാകുന്ന അബദ്ധങ്ങൾ, അതിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ അവ മസ്അലയിലും ബാധിക്കുമെന്ന് പറയും. ഒരു കാര്യം നിർദ്ധാരണം ചെയ്യുന്നതിനുള്ള മെത്തഡോളജി, അതിനുള്ള രീതിശാസ്ത്രം, ആ രീതിശാസ്ത്രം തെറ്റുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്, അതിൽ നിന്ന് കിട്ടുന്ന തീം, ആ തീമും തെറ്റും. ഒരു വസ്തു വളഞ്ഞാൽ അതിൻ്റെ നിഴലും വളയും. ഇത് നമുക്ക് സാധാരണഗതിയിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ മെത്തഡോളജി എന്നുള്ളതിനെപ്പറ്റി നമുക്കൊക്കെ സാമാന്യ ധാരണകൾ ഉണ്ടായിരിക്കും. എങ്കിലും അതിസംബന്ധിച്ച ഭാഷയിൽ നമുക്ക് അതിനെ വിശകലനം ചെയ്യുമ്പോൾ അത്വരീഖ് അല്ലത്തി തെളുമനുലിൽ ബായിസി ഐ യസീല ഇലൽ ഹക്കില്ലതി യബ്തഖീഹി വലാ യദില്ലു ഫിസ്സയ്യി ഇലയ്യ സുബുൽ അൽ മുതശഅബ വലാ യൽതബിസു അൽ ബാത്തിലു അലൈഹി ബിൽ ഹഖ് എന്നാണ് അതിന് അറബിയിൽ പറയാവുന്ന ഭാഷാപരമായ വിശകലനം. ഒരു ഗവേഷകൻ അദ്ദേഹം താൻ എത്തിച്ചേരാൻ വിചാരിക്കുന്ന സത്യയാഥാർത്ഥ്യം, അതിനെപ്പറ്റി അയാൾ നടത്തുന്ന അന്വേഷണം, ആ അന്വേഷണത്തിൽ അദ്ദേഹത്തിന് അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാനും അതിൽ അസത്യം കൂടിക്കലരാതിരിക്കാനും വേണ്ടി ആ വ്യക്തി പുലർത്തുന്ന ജാഗ്രതയും ശ്രദ്ധയുമാണ് അതിൻ്റെ രീതിശാസ്ത്രം എന്ന് പറയുന്നത്. The methodology refers to the set of methods, principles and rules employed in a particular discipline or field of study. It outlines the systematic approach used to conduct research, gather data and analyze information. എന്നാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഭാഷാപരമായി പറയുന്ന വിശകലനം. അതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇസ്ലാമിക ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ചരിത്രം വളരെയേറെ ചിന്തകൾ കൊണ്ട് സമ്പന്നമാണ്. ചിന്തകൾ തന്നെ ചിലത് വളരെ വിരുദ്ധമായ രീതിയിൽ വന്നിട്ടുണ്ട്, ചിലത് ഭിന്നമായ രീതിയിൽ. ഭിന്നതയും വിരുദ്ധതയും രണ്ടാണ്. പലപ്പോഴും ആളുകൾ വിരുദ്ധതയെയും ഭിന്നതയെയും, അഥവാ വൈവിധ്യത്തെയും വൈരുദ്ധ്യത്തെയും രണ്ടിനെയും ഒരുപോലെ കാണാറുണ്ട്. ചിലതിൽ വൈവിധ്യം ഉണ്ടാവും. വൈവിധ്യങ്ങളൊക്കെ വൈരുദ്ധ്യങ്ങളായിക്കൊള്ളുന്നില്ല. വൈരുദ്ധ്യങ്ങൾ അത് യോജിപ്പിക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കാൻ നിർബന്ധമാവും. വൈവിധ്യങ്ങൾ പലതും ചിലപ്പോൾ കൂട്ടി യോജിപ്പിക്കാവുന്നവയായിരിക്കും. ഇസ്ലാമിക ചരിത്രത്തിൽ വിശ്വാസത്തിൻ്റെ രംഗത്തും കർമ്മത്തിൻ്റെ രംഗത്തുമൊക്കെ ഇത്തരത്തിലുള്ള ചിന്താ വൈവിധ്യങ്ങളും കർമ്മ വൈവിധ്യങ്ങളുടെ രൂപീകരണവും നടന്നിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ സാങ്കേതിക സംജ്ഞയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇസ്ലാമിൽ ദൃഢമായി വിശ്വസിക്കാൻ, അയാൾക്ക് ഇസ്ലാമിക മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അയാൾ പ്രധാനമായി 3 ഘട്ടങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വരും. ഒന്ന്, അത്തഅക്കീദു മിൻ സിഹത്തി നുസൂസ് അൽ വാരിദ അൽ മൻഖൂല, ഉദ്ധരിക്കപ്പെട്ട ടെസ്റ്റിൻ്റെ
സാധുത ഉറപ്പുവരുത്തുക എന്നുള്ളത്. ടെസ്റ്റ് ആണ് ബേസ്. ആ ടെസ്റ്റിൻ്റെ സാധുത ഉറപ്പുവരുത്തുക എന്നുള്ളത്. ഖുർആനിൽ ടെസ്റ്റ് ഉണ്ട്. ആ ഖുർആനിക ടെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാധുതയുടെ കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അതിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ കാര്യത്തിൽ വ്യത്യാസങ്ങൾ വരും. എന്നാൽ ഹദീസുകളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വരുന്നവ, അതിൽ നിന്നാണ് സുന്നത്തുണ്ടായിത്തീരുന്നത്. അങ്ങനെ വരുന്ന ഹദീസുകളുടെ കാര്യത്തിൽ ആ നസ്സുകളുടെ ഉറപ്പുവരുത്തൽ വളരെ വൈവിധ്യമാർന്ന, വളരെ വളരെ പരന്നു കിടക്കുന്ന ഒരു ലോകമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ആ ഒരു മേഖലയിലൂടെ ഈ കാര്യത്തിൽ ഒരാൾ തൻ്റെ വിശ്വാസം ശരിയാകണമെങ്കിലും കർമ്മം ശരിയാകണമെങ്കിലും ഈ ഒരു മേഖലയിലൂടെ കടന്നു പോകേണ്ടതായിട്ട്. രണ്ടാമത്, അൽ വുഖൂഫു ബിദ്ദിഖ അല മാ തതലമ്മനു, അയാൾ അത് ഉൾക്കൊള്ളുന്ന ആ ടെസ്റ്റിൻ്റെ സൂക്ഷ്മത, ആ ടെസ്റ്റിൻ്റെ സൂക്ഷ്മമായ അർത്ഥം എന്താണ്, അതിൻ്റെ ആശയം എന്താണ്, അതിൻ്റെ വ്യാപ്തി എന്താണ് തുടങ്ങിയവയെ പൂർണ്ണമായ രീതിയിൽ ഉറപ്പാക്കുക എന്നുള്ളത് രണ്ടാമത്തെ ഒരു ഘട്ടമാണ്. ഈ ഘട്ടവും കടന്നു പോകണം. മൂന്നാമത്, ഈ രണ്ട് ഘട്ടങ്ങളും കടന്നതിന് ശേഷം പിന്നീട് അറിവിൻ്റെ പൊതുവായി ലോകം അംഗീകരിച്ച നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുമായി അത് ഒത്തുപോകുന്നതായിരിക്കണം. ഇങ്ങനെ 3 ഘട്ടങ്ങൾ കടന്ന് പോയിട്ട് വേണം യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ വിശ്വാസവും അയാളുടെ മൂല്യജീവിതവുമൊക്കെ ക്ലിയർ ചെയ്യുക എന്നുള്ളത് സംഭവിക്കാൻ. ഈ 3 ഘട്ടം മുറിച്ച് കടക്കാനുള്ള അതിൻ്റെ അദാത്താണ്, അതിൻ്റെ ഡിവൈസാണ്, അതിൻ്റെ ഉപകരണമാണ് മൻഹജ് എന്ന് പറയുന്നത്, അഥവാ അൽ മൻഹജ് അല്ലെങ്കിൽ മെത്തഡോളജി, മൻഹജിയ എന്ന് പറയുന്നു. ഇതിൽ ഒന്നാമത്തെ ഭാഗമായിട്ടുള്ള സിഹത്തുൽ ഖബർ അഥവാ ഒരു വൃത്താന്തം, അത് ശരിയാണോ തെറ്റാണോ എന്ന് ബോധ്യപ്പെടുത്തുന്ന നിയമങ്ങൾ, വിവരങ്ങൾ, ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ പാർട്ട്. രണ്ടാമത്തെ പാർട്ട് ഖവായിദു ദലീലിയ വ ബയാനിയ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണോ അർത്ഥം. ഈ അർത്ഥം മനസ്സിലായ മാത്രം കാര്യം ശരിയായി ക്ലിയറായി വ്യക്തമായിക്കൊള്ളുന്നില്ല. അതിൻ്റെ വിവക്ഷ അത് തന്നെയാണോ. അങ്ങനെ അർത്ഥം, വിവക്ഷ എന്നിവയെ കുറിക്കുന്ന നിയമങ്ങൾ. നബിയുടെ കാലത്ത് ഈ കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം ഒരു കാര്യത്തിൻ്റെ അർത്ഥമോ വിവക്ഷയോ തീരുമാനിക്കുന്നതിന് അവർക്ക് നേരെ ഖുർആൻ കൊടുത്തിട്ടുള്ള, ഖുർആനിലൂടെ നബി പറഞ്ഞിട്ടുള്ള ആയത്തുകൾ അവരുടെ മുമ്പിലുണ്ട്. അതിൻ്റെ വിശകലനവും വിശദീകരണവും കൃത്യമായി നൽകാൻ നബിയും അവരോടൊപ്പം ഉണ്ട്. അപ്പോൾ അവർക്കത് ക്ലിയറായിരുന്നു. പിന്നെ അതിന് സഹായകമാകുന്ന പ്യുവറായിട്ടുള്ള ഭാഷയുടെ ക്ലാരിറ്റിയും അവർക്കുണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നബി അവരിൽ നിന്ന് പോയി. ചിലപ്പോൾ സഹാബത്തും പോയിട്ടുള്ള കാലഘട്ടം പിന്നെ വന്നു, നബിയിൽ അത് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ. മറ്റു ചിലർ ഈ ഭാഷക്കാരല്ലാത്ത ആൾക്കാരിലേക്ക് ഈ ആശയം വന്നു ചേർന്നു. അപ്പം അങ്ങനെ ആശയം വരുമ്പോൾ അവർക്ക് ഈ ഭാഷയുടെ ചാരുതയും അതിൻ്റെ അടിസ്ഥാനവും അതിൻ്റെ ചാലും അതിൻ്റെ റൂട്ടും ചിലപ്പോൾ അവരുടെ ഭാഷയുടെ രീതിയിൽ നിന്നുകൊണ്ടുള്ള പരിപ്രേക്ഷ്യത്തിൽ നിന്ന് നോക്കുന്നതാകും. അത് ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും, ചിലപ്പോൾ സമാനമായിരിക്കും. അപ്പം അങ്ങനെ വരുന്ന കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഈ കാര്യത്തിൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടി നഹ്വ്, സർഫ്, ലുഗയുടെ മോജമുകൾ, മആജിം, നിഘണ്ടുക്കൾ, ഡിക്ഷണറീസ്, ബലാഗ, അതേപോലെ മന്തിക്ക് തുടങ്ങിയ ശാസ്ത്രശാഖകൾ ഉണ്ടാകേണ്ടി വന്നു. അതുണ്ടായത് അവിടെയുള്ള ആ റിയാലിറ്റിയിൽ നിന്ന് എടുത്തുകൊണ്ടാണ്. എന്നാൽ അതിൽ തന്നെ വ്യത്യസ്ത ബ്രാഞ്ചുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കൂഫ സ്കൂൾ, ബസറ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് നഹ്വിൽ 2 ബ്രാഞ്ചുകൾ പ്രധാനമായി വന്നു.
അപ്പോൾ ആ ചില വിഷയങ്ങളിൽ ഒട്ടുമിക്ക വിഷയങ്ങളിൽ ഏകാനതയുണ്ടെങ്കിലും ചില വിഷയങ്ങളിൽ ഭിന്ന വീക്ഷണങ്ങൾ വന്നു ചേർന്നു. അപ്പോൾ ഇത് രണ്ടാമത്തെ അതിൻ്റെ മേഖലയാണ്. മൂന്നാമത്തെ കാര്യം ബുദ്ധിപരവും യുക്തിപരവുമായ പൊതു മാനദണ്ഡങ്ങൾ. ഇനി ഈ 1-2 ഭാഗങ്ങളുടെ ചർച്ചയിലാണ് നമ്മളിതിൽ ഊന്നുന്നത്. അതിലൊന്നാമത്തേത്, നമുക്ക് ഒരു കാര്യം അതിൻ്റെ സിഹത്ത് ഉറപ്പാക്കാൻ ഉള്ള മാർഗം എന്താണ്, അതിൻ്റെ സാധുത, അതിൻ്റെ അക്രഡിറ്റേഷൻ, അതിൻ്റെ ക്ലാരിറ്റി ഉറപ്പാക്കാനുള്ള മാർഗം എന്താണ്. അതിലൊന്ന് അത് മുത്തവാത്തിറായിട്ട് വരിക എന്നാണ്. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ നിരാക്ഷേപമായിട്ട് വരിക എന്നർത്ഥം. നിരാക്ഷേപം എന്ന് പറഞ്ഞാൽ അത് ഒട്ടനവധി ആളുകൾ ഒരു കാര്യത്തെ റിപ്പോർട്ട് ചെയ്ത് വന്നു ചേരുക. അപ്പോൾ അവിടെ അതിന് അബദ്ധ സാധ്യത ഇല്ലാതിരിക്കുക എന്നുള്ളത് വന്നു ചേരുന്നു. അങ്ങനെ വരുമ്പോൾ മുത്തവാത്തിരിലൂടെ ഇൽമ് എന്നുള്ളതിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് അതിൻ്റെ സാങ്കേതിക ഭാഷ്യം. ഇൽമിലേക്ക് എത്തും, അത് ഒരു ഭാഗം. എന്നാൽ മുത്തവാത്തിർ അല്ലാത്ത രീതിയിലും കാര്യങ്ങൾ വരും. ഒരു സംഭവം ഉണ്ടായി, ആ സംഭവത്തെ നിരാക്ഷേപമായി കുറേ ആളുകൾ റിപ്പോർട്ട് ചെയ്യാതെ കുറച്ച് ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതി വന്നു. അതിനാണ് ആഹാദ് എന്ന് പറയുന്നത്. ഖബറുൽ വാഹിദ് എന്നും പറയും. ആഹാദ്, ഖബറുൽ വാഹിദ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ മലയാളത്തിൽ ചിലപ്പോൾ ഏകറാവി എന്നൊക്കെ പറയലുണ്ട്. ഈ ഏകറാവി എന്ന് പറയുന്നത് അതിന് ഫിറ്റായൊരു മലയാളമല്ല. ഏകറാവി എന്ന് പറഞ്ഞ ആൾക്കാരുടെ മനസ്സിൽ കേൾക്കുമ്പോൾ വരുന്നത് ഒറ്റ നിവേദകൻ നിവേദനം ചെയ്ത സാധനം എന്നാണ് വരിക. എന്നാൽ ഖബറുൽ വാഹിദ്, ആഹാദ് പറഞ്ഞാൽ അതല്ല, നിരാക്ഷേപമായിട്ട് വരാത്തത് എന്നതാണ് അർത്ഥം. ഒന്നിച്ച് ധാരാളം ഒരു സംഘം ഒന്നിച്ചു ചേർന്ന് ഒരിക്കലും അത് തെറ്റുപറ്റില്ല എന്ന് വരത്തക്ക രീതിയിൽ വന്നിട്ടുള്ളതല്ലാത്തത് എന്നുള്ളതാണ് ആഹാദിൻ്റെ മാനം. ഈ ആഹാദ് നൽകുന്ന സംഗതി എന്താണ്? അത് ലെന്നാണ് എന്ന് പറയും. ലെന്ന് എന്ന മലയാളത്തിൽ പല അർത്ഥങ്ങളുണ്ട്. ഒന്ന് സാധാരണ ആൾക്കാർ പറയും ഊഹം എന്നാണ്. ഊഹം എന്നുള്ള അർത്ഥത്തിലല്ല ഈ സാങ്കേതിക പദം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് പല ആളുകളും പല ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ലന്നെ എന്ന് മാത്രമല്ല, ഓലിബുൽ ലന്നെ എന്നാണ് അതിന് പറയുക. ഓലിബുൽ ലന്നെ എന്നുള്ളതിന് മലയാളത്തിൽ പറയാവുന്ന സമാനമായൊരു പദപ്രയോഗം മികച്ച ധാരണ എന്നാണ്. മികച്ച ധാരണ, വേറൊരു ഊഹാപോഹമല്ല. അങ്ങനെ മികച്ച ധാരണ ലഭിക്കുന്ന ഒന്നായി തീരും. ഇതിൽ ഇസ്ലാമിക രീതിശാസ്ത്രത്തിൽ വരുന്ന മറ്റൊരു കാര്യം, വിശ്വാസപരമായ കാര്യമാണെങ്കിൽ അതിൽ ഇൽമു തന്നെ വേണമെന്നുള്ളതാണ് ഒരു ധാര. എന്നാൽ വിശ്വാസപരമായ കാര്യത്തിനും ഇൽമു മുത്തവാത്തിർ തന്നെ വേണമെന്നില്ല എന്ന ഒരു ധാരയുമുണ്ട്. എന്നാൽ അതിലേറ്റവും പ്രബലമായ ധാരയും സാധൂകരിക്കപ്പെടാവുന്ന യുക്തിസഹമായ ധാരയുമായിട്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്നത്, അഖീദ അഥവാ വിശ്വാസ പ്രമാണത്തിന് യഥാർത്ഥത്തിൽ അതിന് മുത്തവാത്തിറായ രീതിയിൽ തന്നെ കാര്യങ്ങൾ വരണമെന്നുള്ളതാണ്. എന്നാൽ രണ്ടാമത്തേത്, അമലുകളുടെ കാര്യത്തിൽ അതിന് ആഹാദുകൾ അഥവാ നമ്മൾ മലയാളത്തിൽ പറയുന്ന നിരാക്ഷേപമല്ലാത്ത റിപ്പോർട്ടുകൾ അത് വന്നാൽ അതുപയോഗിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ അമലുകളുടെ മേഖലയെ സ്വീകരിക്കാവുന്നതാണ് എന്നുള്ളതാണ്. ഇതിൽ വേറെ പ്രശ്നം, ഈ ആഹാദുകളുടെ കൂട്ടത്തിൽ അതിൽ സ്വഹീഹ്, ലഈഫ്, അതുപോലുള്ള മൗലൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ കടന്നു വരുന്നു. സ്ഥിരപ്പെട്ടത്, അതേസമയം ദുർബലതയുള്ളത്, കറ്റുകെട്ടി ഉണ്ടാക്കപ്പെട്ടത്, കൽപ്പിതമായിട്ടുള്ളത് എന്നർത്ഥം. മൗലൂ ആയത് കൽപ്പിതം എന്ന് പറഞ്ഞാൽ കരുതിക്കൂട്ടി കറ്റുകെട്ടി ഉണ്ടാക്കിയതാണ്. ലൈഫ് എന്ന് പറഞ്ഞാൽ അത് കരുതിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ളതായിക്കൊള്ളുന്നില്ല, അതിൽ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുള്ളതായിരിക്കും. ഇതാണ് ലൈഫ്. ഇങ്ങനെയുള്ളത് ഈ ലൗഫ് നിർണ്ണയിക്കുന്നിടത്ത് ചില മെത്തഡോളജി, ചില വ്യത്യാസങ്ങൾ വരുന്നു. ചിലർ ലോഫ്, ചില സംഗതികൾ ലോഫിൽ ചില കാര്യങ്ങൾ പ്രാമുഖ്യം നൽകുന്നു, ചില അത്ര പ്രാമുഖ്യം നൽകാതിരിക്കുന്നു.
അപ്പോൾ ഒരു ഹദീസ് ദുർബലമാണോ അല്ലേ എന്നുള്ളതിൽ ചില പണ്ഡിതന്മാർക്കിടയിൽ ആ മൻഹജിൽ മാറ്റം വരുമ്പോൾ അവിടെ വ്യത്യാസം വരുന്നു. ഈ കാര്യത്തിലുള്ള പഠനത്തിന് വേണ്ടിയുള്ള മേഖല ഇസ്ലാമിക ചരിത്രത്തിൽ വികസിച്ചു. അതാണ് അൽ ജർഹു വ തഅദീൽ എന്ന് പറയുന്നത്. അസ്മാഉ റിജാൽ എന്ന് പറയും. ഈ ബയോഗ്രഫി, ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ബയോഗ്രഫി ക്രോഡീകരിച്ചു. അത് ബൃഹത്തായ ധാരാളം ഗ്രന്ഥങ്ങൾ. അതിലൂടെ അതിൻ്റെ ഓരോ ഇതിൻ്റെയും ജർഹും തഅദീലും, ജർഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിരാകരണവും, തഅദീൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വീകരണവും, ഈ രണ്ട് കാര്യങ്ങളും അതിന് ആസ്പദമായിട്ടുള്ള സംഗതികൾ വന്നു. ഇതിലും ഈ മൻഹജിന് അഥവാ ഈ മെത്തഡോളജിക്ക് പ്രധാനമായിട്ട് 3 ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് അതിൻ്റെ ഒരു പ്രീഫേസാണ്, മദ്ഖലാണ്. രണ്ടാമത്തെ അതിൻ്റെ ലുബാബാണ്, അതിൻ്റെ അന്തസത്തയാണ്. മൂന്നാമത്തെ അതിൻ്റെ ഉപസംഹാരമാണ്, തത്തുമ്മത്താണ്, അഥവാ അതിൻ്റെ അനന്തര ഫലങ്ങളാണ്. ഇതിൽ വേറെ ഒരു കാര്യം, ഇത്തരം കാര്യങ്ങളിൽ നമുക്കിതിൻ്റെ ബയാനുൽ മസാദിർ അഥവാ അതിൻ്റെ അടിസ്ഥാനപരമായ വിശകലന സ്രോതസ്, അത് മബാദിയുൽ ഇസ്ലാം അഹ്കാമു എന്ന് പറയുന്നതിൽ 2 പ്രധാന കാര്യങ്ങൾ കാണാൻ പറ്റും. ഒന്ന് അതിൽ ഖബർ എന്ന് പറയും. ഖബർ പറഞ്ഞാൽ വൃത്താന്തം, ഒരു കാര്യം ഒരു വാർത്തയായിട്ട് നമ്മളിലേക്ക് വരിക. മറ്റൊന്ന് ഇൻഷാ എന്ന് പറയും. ഇൻഷാ എന്ന് പറഞ്ഞാൽ ആവിഷ്കാരം എന്ന് മലയാളത്തിൽ പറയാം. അത് സാങ്കേതികമായി പറഞ്ഞാൽ അമ്രും നഹിയും, കൽപ്പനയും നിരോധവുമായിട്ട് ഈ രീതിയിലാണ് കാര്യങ്ങൾ കടന്നു വരുന്നത്. ഈ ഇൻഷാ, ഖബർ എന്നിവക്ക് ഉറവിടമായി തീരുന്ന എന്താണ്? നുസൂസാണ്, നെസ്സാണ്. നെസ് നോക്കിയിട്ടാണ് ഇത് ആ ഖബർ ഇന്ന ഖബറാണ്, ഇന്നതാണ് അതിലുള്ള കാര്യമെന്ന് മനസ്സിലാക്കുന്നത്, ഇന്നതാണ് അതിൽ അമ്ര, ഇന്നതാണ് നഹി എന്ന് മനസ്സിലാക്കുന്നത് നസ്സിൽ നിന്നാണ്. നസ്സിൻ്റെ തന്നെ ഒരു ഉപോൽപ്പന്നമാണ് അതിൽ നിന്ന് വരുന്നൊരു കാര്യമാണ് ഖിയാസ് എന്ന് പറയുന്നത്. ഒരു നസ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് സമാനമായിട്ടുള്ള സാധനത്തിലേക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു അളവ് പോലെ കിട്ടിക്കഴിഞ്ഞാൽ ആ അളവ് പോലെ ഉപയോഗിക്കാവുന്ന മറ്റൊന്നിലേക്ക് അതിനെ ബാധകമാക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഖിയാസ് എന്ന് പറയുന്നത്. ഇത് രണ്ടിനെ സംബന്ധിച്ചും ആദ്യത്തെ ഉസൂലി ഗ്രന്ഥമായിട്ടുള്ള ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിസാലയിൽ അദ്ദേഹം പറയുന്നുണ്ട്, അൽ ഇജ്തിഹാദു ലാ യകൂനു ഇല്ലാ അലാ മത്ലൂബ്. ലക്ഷ്യം മുൻനിർത്തിയുള്ള, ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള രീതിയിലുള്ള നീക്കത്തിനാണ് യഥാർത്ഥത്തിൽ ഇജ്തിഹാദ് എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം പിന്നെ തുടർന്ന് പറയുന്നത്, അന്വേഷിക്കുന്ന ആൾ ആ അന്വേഷിക്കാൻ വേണ്ടി അയാൾ ആശ്രയിച്ച് നിൽക്കുന്ന തെളിവ്, ആ തെളിവും ആ തെളിവിൽ നിന്ന് ഉപോൽപ്പന്നമായി തീരുന്ന തുലനവും, ഇത് രണ്ടും അഥവാ ഖിയാസും, ഇത് രണ്ടും അതിലേക്ക് എത്തിച്ചേരുന്ന ഈ ഇൻഷാ, അതേപോലെ ഖബർ എന്നിവയിലേക്ക് എത്തിച്ചേരാനുള്ള ആധാരങ്ങളാണ് എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ അതിൻ്റെ മെത്തഡോളജിയുടെ ബേസിൽ വരുന്ന ചില കാര്യങ്ങളാണ്. ഇനി മറ്റൊരു കാര്യം, ഈ ഇൽമിൻ്റെ പൊതുവായിട്ട് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ സാങ്കേതിക ഇൽമ തന്നെ എന്നുള്ളതല്ല, പൊതുവായിട്ട് ഇൽമിൻ്റെ ഉറവിടങ്ങൾ എന്ന് പറയുന്നത് 4 ഉറവിടങ്ങളാണ് എന്നുള്ളതാണ് പൊതുവിലുള്ള മൗലികമായ ഒരു ധാര. എന്നാൽ അതിലേക്ക് അതിനോടനുബന്ധമായി ചേർക്കപ്പെടുന്ന കുറേ ഉറവിടങ്ങളെപ്പറ്റി മറ്റ് പരാമർശങ്ങളുണ്ട്. ഖുർആൻ നമ്മളെടുത്ത് നോക്കിയാൽ ലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ എന്ന് ഖുർആനിലുണ്ട്. നിങ്ങൾ ഇൽമില്ലാത്ത ഒന്നിനെ നീ പിന്തുടരരുത്. ഓരോ വ്യക്തിയോടുമുള്ള ആജ്ഞാപനാണ്. ഒരു വ്യക്തി തനിക്ക് ഇൽമില്ലാത്ത ഒന്നിനെ താൻ പിന്തുടരാൻ പാടില്ല. ലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. എന്നിട്ട് അതിൻ്റെ ഉത്തരവാദിത്ത ബോധത്തെ പറ്റിയാണ് പിന്നെ പറഞ്ഞത്, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലായിക കാന അൻഹു മസ്ഊല എന്ന് പറഞ്ഞത്. ഇതിലെ ഒന്നാമത്തത് ഖുർആന്, രണ്ടാമത്തത് സുന്നത്ത്, മൂന്നാമത്തത് ഇജ്മാ, നാലാമത്തെ ഖിയാസ്.
ഇതിൽ ഖുർആന് ഞാൻ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി പറയാനുണ്ട്. എൻ്റെ സമയത്തിൻ്റെ കോർഡിനേഷൻ ഇതിന് പര്യാപ്തമല്ല. അപ്പോൾ ഞാൻ നിർത്തേണ്ടി വരും. ഞാൻ നിർത്തിയ വിഷയം പൂർണ്ണമാവില്ല. പക്ഷെ ഞാൻ പിന്നീട് എന്ത് ചെയ്യുക, അത് എഴുതിയിട്ട് നിങ്ങൾക്ക് പിന്നെ വായിക്കാവുന്ന രീതിയിൽ ലഭ്യമാക്കാം. സമയം അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിപ്പിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം വളരെ പെട്ടെന്ന് കൂട്ടിച്ചേർത്ത് ഞാനിത് അവസാനിപ്പിക്കുക. ഒന്ന്, ഖുർആൻ ആണ് ഒന്നാമത്തെ പ്രമാണം. രണ്ടാമത്തെ പ്രമാണം സുന്നത്താണ്. സുന്നത്ത് മനസ്സിലാക്കാനുള്ള ഉപാധിയാണ് ഹദീസ്. ഹദീസിൽ നിരാകരിക്കുന്നതും സ്വീകരിക്കുന്നതുമുണ്ട്. സുന്നത്തായി കഴിഞ്ഞാൽ അതിൽ നിരാകരണമില്ല. ഈ വസ്തുതയും പൊതുവിൽ ആളുകൾ എന്തുകൊണ്ടോ വ്യക്തതയില്ലാതെ പോകുന്നുണ്ട്. പിന്നെ ഇജ്മാ എന്നുള്ളത് ഉണ്ട്, ഖിയാസ് എന്നുള്ളതുണ്ട്. അതിനൊക്കെ പിന്നെ ഇജ്മായിന് ഖുർആൻ തന്നെ അതിൻ്റെ ചില സൂചനകൾ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഖിയാസിന് ഹദീസുകളിലെ സൂചനയുണ്ട്, ഖുർആനിൽ സൂചനയുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരു കാര്യം മാത്രമേ കൂട്ടിച്ചേർത്ത് പറയാം. നമ്മളുടെ മുആദ് ബിൻ ജബലിനെ യമനിലേക്ക് അയച്ച സംഭവത്തെപ്പറ്റി ഉള്ള ഹദീസ് സുപ്രസിദ്ധമാണ്. പക്ഷേ ആ ഹദീസിൻ്റെ സിഹത്തിനെ പറ്റി ചില ആളുകൾ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പൊതുവിൽ അതിൻ്റെ സിഹത്ത് സ്ഥാപിതമാണ്. വിമർശനങ്ങൾ ഉണ്ടെങ്കിലും ആ വിമർശനങ്ങൾക്ക് അതിജയിക്കാവുന്ന രീതിയിൽ ഹദീസ് കുടികൊള്ളുന്നുണ്ട്. ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് അവിടെ അദ്ദേഹം പറയുന്നുണ്ട്, അജിത്തഹിദു റയ്യി ലാ ആലു, ഞാൻ ഗവേഷണം ചെയ്യും, അഥവാ ഞാൻ ഖിയാസാക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ഞാൻ ഉപേക്ഷ വരുത്തുകയില്ല എന്ന് പറഞ്ഞപ്പോൾ നബി അതിനെ അംഗീകരിച്ച് ആദരിച്ചതുമായി ബന്ധപ്പെട്ട പരാമർശം. അപ്പോൾ ഇനി അങ്ങനെയാണെങ്കിൽ മൻഹജിൽ നബിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന കാര്യങ്ങൾ അത് സഹാബത്ത് മനസ്സിലാക്കി അങ്ങനെ ചെയ്തു പോന്നു. ഇതിൽ സഹാബത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ചിലതുണ്ട്. ഉദാഹരണമായിട്ട് അവർ ആടുകളെ മേച്ചിരുന്നു, അവരുപയോഗിച്ചിരുന്ന വാഹനങ്ങളുണ്ടായിരുന്നു, അവരുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആയുധങ്ങളുണ്ടായിരുന്നു, അതുപോലെ അവരുടെ പ്രാദേശികമായ ഭക്ഷണ രീതികളുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ അത് അതേപടി അനുധാവന ചെയ്യലാണ് മൻഹജു സലഫ് എന്ന് പറയുന്നത് എന്ന ഒരു ധാരണയുണ്ട്. എന്നാൽ അങ്ങനെ ആണോ? അത് വ്യത്യസ്തമായിട്ട് മറ്റൊരു കാര്യമുള്ളത്, ഖുർആൻ ഹദീസ് വചനങ്ങളെ വ്യാഖ്യാനിക്കാനും അവയിൽ നിന്ന് വിധി കണ്ടെത്താനും അവർ മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങൾ അക്ഷരം പ്രതി അംഗീകരിക്കുകയും അതനുസരിച്ച് അവ കണ്ടെത്തുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ മൻഹജു സലഫ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാകേണ്ടത്. മറ്റേ അർത്ഥമാണ് വരുന്നതെങ്കിൽ പിന്നീട് നമുക്കറിയാവുന്ന പോലെ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ വിശാലത, മറ്റു മതവിശ്വാസികളുടെ കടന്നുവരവ് ഉയർത്തിയിട്ടുള്ള പുതിയ ചോദ്യങ്ങൾ, സ്വഹാബത്ത് മറ്റിടങ്ങളിൽ പോയി താമസിച്ച് ഇതര സാംസ്കാരിക പാരമ്പര്യമുള്ള ആൾക്കാർക്കിടയിൽ താമസിച്ചപ്പോൾ അവരെടുത്തിട്ടുള്ള നിലപാടുകൾ, പിന്നെ നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങൾ ഉയർത്തിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് അവരുടെ തന്നെ ഉപാത്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിന് മറുപടി പറയാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയവയെല്ലാം ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് മൻഹജ് സലഫ് എന്ന് പറയുന്നത് ഖുർആൻ ഹദീസ് വചനങ്ങളെ വ്യാഖ്യാനിക്കാനും അവയിൽ നിന്ന് വിധി കണ്ടെത്താനും അവർ മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങളെ അനുധാവന ചെയ്യുക എന്നുള്ളതാണ് യുക്തിസഹവും കരണീയവുമായിട്ടുള്ളതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരം പ്രശ്നങ്ങൾ വരാൻ കാരണം ഒന്ന്, അക്കാലത്ത് ഗ്രീക്ക് ഫിലോസഫിയുടെ കടന്നുകയറ്റമുണ്ടായി. ആ ഗ്രീക്ക് ഫിലോസഫിയിൽ അംഗീകരിക്കാൻ പറ്റിയ കാര്യങ്ങളുണ്ടായിരുന്നു. ഗ്രീക്ക് വിജ്ഞാന ലോകം, ഫിലോസഫി മാത്രമല്ല, അവിടെ നിന്ന് വന്നിട്ടുള്ള വൈജ്ഞാനിക, അവിടെ നിന്ന് ഗണിതം വന്നിട്ടുണ്ട്. ആ ഗണിതം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഗണിതപരമായ കാര്യങ്ങളിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത കാര്യങ്ങളാണ് മിക്കതും. അതേസമയം അവിടെ നിന്ന് ഫിലോസഫി വന്നിട്ടുണ്ട്. ആ ഫിലോസഫിയിൽ പ്രശ്നങ്ങളുണ്ട്. ഇതുപോലുള്ള ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് വന്നിട്ടുള്ള പ്രശ്നമാണ് പാശ്ചാത്യ ലോകത്തെ വൈജ്ഞാനിക വിപ്ലവം മുസ്ലിം ലോകത്തേക്ക് കടന്നു വന്നു എന്നുള്ളത്. അത് കാര്യമായിട്ട് ഈജിപ്ത് പോലുള്ള രാജ്യങ്ങളിലാണ്
കൂടുതൽ സ്വാധീനിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവിടെ അതിനെതിരായിട്ടുള്ള പ്രതിരോധം തീർക്കാനും അതിനെ എങ്ങനെ മനസ്സിലാക്കണം, രീതിയിൽ അത് കവർ ചെയ്തു പോകണം എന്നുള്ളതിനെ പറ്റിയുള്ള ആലോചനകളും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് അവിടെ ചില ഇസ്ലാഹുകൾ ആ മേഖലയിൽ വന്നിട്ടുള്ളത്. ഇതിൽ പിന്നെ വിശ്വാസരംഗത്ത് കർമ്മ മേഖലയിൽ ഒക്കെ വന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ മുഅ്തസിലി, അതേപോലെ തന്നെ പിന്നെ അശ്അരി രീതികൾ ഒക്കെ അഖീദയിൽ വന്നിട്ടുള്ള പ്രധാന 2 ധാരകളാണ്. കർമ്മശാസ്ത്ര രംഗത്ത് വന്നിട്ടുള്ള പല ധാരകളുണ്ട്. 4 മൗലികമാണെങ്കിലും അതല്ലാത്തവയുമുണ്ട്. ഇവയൊക്കെ പറ്റിയുള്ള പഠനങ്ങളാണ് ഇതിൽ വന്നു ചേരുന്നത്.